ഹലോ ഹായ് നമസ്കാരം, ഞാൻ അനൂപാണ്. ലോകമെമ്പാടുമുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവ്വം ഗുലുമാലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രാങ്ക് കൊടുക്കാൻ പോകുന്നത് ബിഗ് ബോസിലൂടെയും സ്റ്റാർ മാജിക്കിലൂടെയും നമുക്ക് ശ്രദ്ധേയനായി ഇഷ്ടപ്പെട്ടൊരു കലാകാരനാണ് ഷിയാസ് കരീം. അപ്പോൾ ഷിയാസിനൊരു പ്രാങ്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് നമ്മളെ സമീപിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മളൊന്ന് പ്രാങ്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് അശ്വതി. ഉപ്പുമുളകിലൂടെയും സ്റ്റാർ മാജിക്കിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരമാണ് അശ്വതി. അശ്വതിനെ അന്ന് ഒരു മരിക്കാൻ കിടക്കുന്ന ഒരു വല്യപ്പച്ചനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അശ്വതി കാണിച്ച പരാക്രമണങ്ങൾ നമ്മൾ കണ്ടതാണ്. അത് ഒരുപാട് ഹിറ്റായ ഒരു പ്രാങ്കാണ്. കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും കാണുക. അപ്പോൾ അശ്വതിയാണ് എന്നോട് പറഞ്ഞത്. എല്ലാവരും വിളിച്ച കൂട്ടത്തിൽ ഷിയാസ് കരീമും വിളിച്ചിട്ടുണ്ടായിരുന്നു അശ്വതിയുടെ പ്രാങ്കിന് ശേഷം. അപ്പോൾ അശ്വതിക്ക് ഷിയാസ് കരീമിനെ ഒന്ന് പ്രാങ്ക് ചെയ്യണം. ഞങ്ങളൊരു വിഷയമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മാച്ചിനിടെ ഒരു ഫാഷൻ ഷോ അല്ല, മയിലാട്ടമാണ് ഷിയാസ് കരീം നടത്തേണ്ടത് എന്ന് കരുതി ഒരു ഇവൻറ്റ് കോർഡിനേറ്റർ വിളിക്കുന്നതാണ്. ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുമെന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് ഒരു ഐഡിയ വർക്കൗട്ടായത്. അശ്വതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ജിമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഷിയാസ് കരീം പുതിയൊരു ജിം ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ എയർപോർട്ടിനടുത്താണ്. SK ഫിറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഷിയാസ് കരീമിൻ്റെ ഒരു ആരാധകനാണ്, അശ്വതിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഷിയാസ് കരീം ഉള്ള സമയത്ത് മാത്രമേ അഡ്മിഷന് വേണ്ടി വരൂ എന്നൊക്കെ വാശി പിടിച്ച് അശ്വതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഷിയാസ് അവിടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തെ കാണാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഒരു വ്യക്തി പോകുന്നു. ആ പോകുന്നത് നമ്മുടെ ക്യാമറമാനാണ്. അദ്ദേഹം വീഡിയോ എടുക്കും. ആ സമയത്തേക്ക് ഇവൻറ്റ് കോർഡിനേറ്ററിൻ്റെ കോൾ വരും. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രാങ്കിൻ്റെ വിഷയം. വലിയ സംഭവമൊന്നുമല്ല. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അശ്വതി പറയുന്നത് കേട്ടിട്ട് ഡയറക്റ്റ് നമുക്ക് പ്രാങ്കിലേക്ക് പോകാം. ഹായ്, നമസ്കാരം അനൂപേട്ട. ലാസ്റ്റ് ടൈം എന്നെ ഗുലുമാലിൽ നല്ല 8ന്റെ പണിയൊന്ന് പറ്റിച്ചു. ആ സമയത്ത് എൻ്റെ കുറേ ഫ്രണ്ട്സിൽ ഒരാൾ ഷിയാസ് കരീം എന്ന വ്യക്തി എന്നെ നന്നായിട്ട് വിളിച്ച് നന്നായിട്ട് ആക്കി. അയ്യേ, നീ പറ്റിച്ച്, നീ ചമ്മിപ്പോയി, നീ പേടിച്ച്, നീ കരയാറൊക്കെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് ഷിയാസിനിട്ട് തന്നെ 8ന്റെ പണി കൊടുത്താലോ എന്ന് വെച്ചാൽ ഞാനും അനൂപേട്ടനും ഒന്നിരുന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ അനൂപേട്ടൻ പറഞ്ഞ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വർക്കൗട്ട് ആവാൻ നോക്കാം. എന്തായാലും SK ഫിറ്റ് എന്ന ഷിയാസിൻ്റെ ജിമ്മിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്കറിയുന്ന ആളെ പറഞ്ഞു വിട്ടിട്ട് അവിടെ പോയിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ എടുത്തു. ലൈക്ക് ഞാൻ ഷിയാസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ആ ഫ്രണ്ടിനെ ഒന്ന് ചേരണം, അപ്പോൾ അവളെ ഒന്ന് ജിമ്മൊക്കെ ഒന്ന് കണ്ട് അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ എന്തായാലും ആ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും അനൂപേട്ട നമുക്ക് കലക്കണം. അങ്ങനെ നമ്മുടെ അശ്വതിയുടെ കൊട്ടേഷൻ എടുത്തുകൊണ്ട് ഷിയാസ് കരീമിൻ്റെ ജിമ്മിൻ്റെ ലൊക്കേഷൻ അടുത്ത് തന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് ഉണ്ണിച്ചേട്ടനാണ്. ഉണ്ണിച്ചേട്ടൻ ഗുലുമാലിൻ്റെ സന്തത സഹചാരിയാണ്. ഉണ്ണിച്ചേട്ടനെ കാണാനായിട്ട് ഷിയാസ് കരീം ജിമ്മിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ജിമ്മിൻ്റെ കാര്യങ്ങളും അഡ്മിഷൻ്റെ കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിയുന്ന സമയത്തേക്ക് കോൾ ചെല്ലും. ഉണ്ണിച്ചേട്ടൻ അതിവിദഗ്ധമായി അത് ഷൂട്ട് ചെയ്ത് തരുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇതിനു മുമ്പ് അനു ജോസഫിൻ്റെ എപ്പിസോഡിലും വളരെ വിദഗ്ധമായിട്ടാണ് ഉണ്ണിച്ചേട്ടൻ കൈകാര്യം ചെയ്തത്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ വിട്ടോളൂ, ബാക്കി ഞാൻ ഏറ്റു. അവിടെ എത്തുമ്പോഴത്തേക്ക് എൻ്റെ കോൾ വരും. ഓക്കെ, മറ്റു നമ്പറിലേക്ക് എനിക്കൊന്ന് മിസ് കോൾ അടിച്ചാണ്. അവിടെ എത്തുമ്പോഴേക്കും ഓക്കെ ബൈ. ബാക്കി നമുക്ക് വിളിക്കാം. ഹലോ, നമസ്കാരം. ഞാൻ അഞ്ജലി പറഞ്ഞിട്ട് അല്ല, സോറി, അശ്വതി. എൻ്റെ അടുത്ത് പറഞ്ഞു അഡ്മിഷൻ്റെ കാര്യമല്ലേ? ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിക്കാന്നൊക്കെ വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഒരു ഓഫർ ഉണ്ട് 3 months ആണ്. ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കോളുണ്ട്. ഇതാണ് ഇപ്പൊ 1400. സ്വീകരിക്കുന്നില്ലേ ഷിയാസ് അളിയെ? സ്വീകരിക്കണേ, കഷ്ടമുണ്ട്. ഇതൊരു റിസ്ക് എടുത്ത് ഞാനും അശ്വതി എല്ലാം കൂടെ വന്നതാണ്. പ്ലീസ് ഒന്നുകൂടെ കണക്ട് ചെയ്യാം. എൻ്റെ വീട് എവിടെയാണ്? ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ ഈ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് അത്താണിയിൽ കുറച്ച് ഇങ്ങോട്ട് മാറി ആണ് എൻ്റെ വീട്. ഇതാണ് അഡ്മിഷൻ. നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ടിങ്ങിനാണ്. പേഴ്സണൽ ട്രെയിനിങ് ഉണ്ട്. ഡയറ്റ് ഫുള്ള് എക്യുപ്മെന്റ്സ് ഒക്കെ അടിപൊളിയാണ്. ചിലവരെ ജസ്റ്റ് നോക്കിക്കോ. ഇതൊക്കെയാണ് സംഭവം. ഇതാണ് AC ആണ്. അവിടേക്കാണ് ഇത്. ടെമ്പറേച്ചർ നോക്കിക്കോട്ടെ. ടെമ്പറേച്ചർ നാളെ ദുബായ് പോവാണ്. ആണോ? നോട്ട് ചെയ്ത് നോക്കണം. ചേട്ടൻ്റെ പേരൊന്ന് പറയാം. പേരൊന്ന് നോട്ട് ചെയ്യണം. കോൾ എടുത്ത് കുഴപ്പമില്ല. ഹലോ ഹലോ ഹലോ, യെസ്, നമസ്കാരം. ഷിയാസ് കരീം അല്ലേ? അതെ, ആരാണ്? ഞാനിത്, എൻ്റെ പേര് യൂദാസ് എന്നാണ്. യൂദാസ്. അച്ഛൻ്റെ പേര് ഉത്തമൻ എന്നാണ്. എൻ്റെ പേര് ദാസ് എന്നാണ്. യൂദാസ് എന്നാണ്.
ഇനിഷ്യലാണ്. ഓക്കെ അമ്മാവന്റെ പേര് ഗോലിയാത്ത്. ഞങ്ങൾ രണ്ടു പോയി കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാ, ഭയങ്കര കൺഫ്യൂഷൻ ആവും. ചേട്ടാ ഓക്കെ ചേട്ടാ, ഞാൻ എന്റെ ജിമ്മിനാണല്ലേ ഒരാളെന്റെ മുമ്പിൽ നിൽക്കുക, അത്യാവശ്യം ഉണ്ടോ? അല്ല നിന്നോട്ടെ, വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ. എനിക്കൊരു 2 മിനിറ്റ് തന്നാ മതി. ഒരു മിനിറ്റ്. പറയൂ. ഞാൻ ഒരാളെ നിർത്തിയതിന് മുമ്പിൽ ഞാൻ ജിമ്മിലാണ്, നമ്മൾ അരികൃഷ്ണനാണ്, ഞാൻ ജിമ്മ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അരിക്കടയാണ് തുടങ്ങിയിരിക്കുന്നത്. അരിക്കട ഒന്നുമല്ലല്ലോ, ആരോഗ്യത്തിന്റെ ജിമ്മല്ലേ? അതെ അല്ലേ? അതേട്ടാ പറയൂ ചേട്ടാ പറയൂ. ഞാന് ഷിയാസെ, ഞാൻ ഒരു മോഡൽ കോർഡിനേറ്റർ ആണ്, ഒരു ഇവന്റ് കോർഡിനേറ്റർ ആണ്. ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നു. ഓസ്ട്രേലിയയിലെ കിഡ്നിയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഓസ്ട്രേലിയയിലൂടെ കിഡ്നി. പെർത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും? അവിടെ നമ്മൾ സിഡ്നിയിൽ ഒരു ബെർത്തിൽ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ കറക്റ്റ് പെർത്തിലെത്തും. നല്ല രസമാണ്, നല്ല സ്ഥലമാണ്. എപ്പോഴെങ്കിലും വരാൻ ആഗ്രഹമുണ്ടോ? അതെ ഞാൻ കൊണ്ടുപോവാം കേട്ടോ. അതായത് നമുക്കിവിടെ ഇപ്പോ ഓസ്ട്രേലിയ ഇന്ത്യ T20 നടന്നിട്ടുണ്ടായിരുന്നല്ലോ. T20 മീൻസ് 2020 ക്രിക്കറ്റ് മാച്ച് നടന്നിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പോ. അപ്പൊ അതുപോലെ ഒരു പുതിയ മാച്ച് വരുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ ഓസ്ട്രേലിയ, ഇന്ത്യ ആൻഡ് ഇംഗ്ലണ്ട് ഒരു മാച്ച് വരുന്നുണ്ട്. അപ്പോ അയ്യോ, ബാറ്റിംഗും ബോളിംഗും ഒന്നും അറിയത്തില്ലല്ലോ. തൽക്കാലം നമുക്കൊരു ഇവന്റ്, ഒരു മീൻസ് എന്താ പറയാ, നമുക്കൊരു മോഡൽ എന്താ പറയാ, ഒരു ഇവന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഞങ്ങളൊരു മലയാളി ഓർഗനൈസേഷൻ ആണേ. അപ്പോൾ നമ്മള് മലയാളി ഓർഗനൈസേഷൻ ആണ്. ഞാനിപ്പോ ജസ്റ്റ് നാട്ടിൽ നിന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഇത് നാട്ടിലെ നമ്പറാണ്, 0091 ആണ്. അതെ. അപ്പൊ ഞാൻ നാട്ടിലാണുള്ളത്. ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്ത സ്ഥലമാണ് കേട്ടോ. അങ്കമാലിയല്ലേ താമസിക്കുന്നത്? ജിം അങ്കമാലിയാണ്. അല്ല, ഞാൻ തൊട്ടടുത്താണ്, പക്ഷെ ഞാൻ ആന്ധ്രാപ്രദേശിലാണ് ഇപ്പൊ ഉള്ളത്. ഞാൻ തൊട്ടടുത്തോട്ട് വരാം അടുത്ത ദിവസങ്ങളിലൊന്ന്. അപ്പൊ എന്റെ ഈ മാറ്റർ ഒന്ന് കേട്ട് കഴിഞ്ഞ ഉപകാരമായിരുന്നു. ഹലോ, ഒരു മിനിറ്റ് ഒന്ന് ആ ഫ്രണ്ട് നിൽക്കുന്നതുകൊണ്ടൊന്ന് ധൃതി പിടിക്കാതിരിക്കാൻ പറയാൻ പറ്റുമെങ്കിൽ ഉപകാരമായിരുന്നു. ഞാനിവിടെ വേറെ എന്റെ ട്രെയിനറുണ്ട്, അവനാണെങ്കിൽ വൈകുന്നേരം 5 മണിക്കൊക്കെ ഉറക്കത്തിലായി തോന്നുന്നു. ഞാൻ ഓപ്പൺ ആക്കി ഇരുന്ന് ഈ ഉറക്കം പിടിച്ചവനെ, ഉറക്കം തൂങ്ങിയൊക്കെ എന്തിനാ ട്രെയിനറാക്കി നിർത്തുന്നത്? നല്ല ഉന്മേഷമുള്ളവരെ നിർത്തണ്ടേ? രാവിലെ വെളുപ്പിന് 5 മണിക്ക് അവൻ ജിമ്മ് തുറന്നിട്ടില്ലേ, പിന്നെ റെസ്റ്റ് എടുക്കണ്ട. ബോഡി ബിൽഡേഴ്സ് ഒക്കെ നല്ല റെസ്റ്റും. ചേട്ടാ കാര്യം പറയട്ടോ, എനിക്ക് അല്ല ഞാൻ പറയുന്നത് ചേട്ടാ സത്യം പറഞ്ഞാല് എനിക്ക് അറിയാൻ പാടില്ല ചേട്ടാ, അതാണ് മെയിൻ. അല്ല കുഴപ്പമില്ല. അല്ല എന്നെ അറിയാമെങ്കിൽ ഞാൻ യൂദാസ് ആണെന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഞാൻ പറഞ്ഞു ബ്രോ, ഞാൻ 10 കൊല്ലമായിട്ട് ഈ പരിപാടി. അപ്പൊ ഞാൻ പെട്ടെന്ന് കോള് വരുമ്പേ അല്ല ഞാൻ പറയുന്ന കേൾക്കും, ഒന്ന് കേൾക്കുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ വിളിക്കുന്നത് നിങ്ങൾക്കൊരു 10 ലക്ഷം രൂപ തരും. അതാണ് നമ്മുടെ ഇവന്റ്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, അതിൽ കൂടുതൽ ചോദിക്കരുത്. 2 ദിവസത്തേക്ക് കിഡ്നിയിലൊന്ന് വരണം. നല്ല പൈസയല്ലേ? പിന്നെ അതല്ലേ പറഞ്ഞു വരുന്നത്. അപ്പോഴാണോ ഈ 1.5 രൂപ ഈ ജിം അടിക്കാൻ വരുന്നവന്റെ സമയം? അവനെ പൊടിച്ചു കളയവനെ. അപ്പൊ ഒരു മിനിറ്റ്, അപ്പൊ ഇത് കേട്ടോളൂ. അതായത് നമ്മളുടെ ഇടയ്ക്ക് ഒരു മയിലാടുന്ന ഒരു കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ഷിയാസിന്റെ ഒരു ഫോട്ടോയോ ഒരു വീഡിയോയും കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഏത് റാമ്പിലായിരുന്നു? തയ്യൽ മെഷീൻ ഉണ്ടോ അവിടെ? ചേട്ടാ ഇത് ഞാൻ ഗോവയിൽ ഷോ ചെയ്താണ്. ഡിസൈനർ വേറാണ്. എന്താ മുത്തേ, എന്താ പറഞ്ഞേ? അത് ഡിസൈനറിന്റെ ഡ്രസ്സാണ്, അത് മയിലാടുന്ന. അല്ല, ഇങ്ങനെ വിടരുമ്പോ കൈ ഇങ്ങനെ വിടർത്തുമ്പോ ഒരു മയിലാട്ടം പോലൊരു പരിപാടി ഇങ്ങനെ പൊങ്ങി വന്ന് തലക്കേറും. ഡിസൈനർ വേറാണ്. ഓ, ഞാനത് കണ്ടിരുന്നു. ആ ഫോട്ടോയും വീഡിയോയും ഞാൻ കണ്ടിരുന്നു. അങ്ങനെ അതായത് നമ്മളുടെ ഈ ക്രിക്കറ്റുകളുടെ ഇടയ്ക്ക് ഗ്യാപ്പിലാണ് ഈ ഷിയാസിന്റെ ഒരു ഫാഷൻ ഷോ വെക്കുന്നത്. കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല
കുഴപ്പമില്ല. പറഞ്ഞപ്പോ ഇവിടെ ഞാൻ സംസാരിച്ചപ്പോ മാർക്കോയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നത്. ഈ ക്രിക്കറ്റിന്റെ ഫാഷൻസൊക്കെ വർക്ക്ഔട്ട് ആവുകട്ടെ, എനിക്കറിയില്ല. ഉറപ്പായിട്ടും ഞാൻ ഇവിടെ ക്രിക്കറ്റ് അസോസിയേഷനുമായി ഓസ്ട്രേലിയയുമായി സംസാരിച്ചപ്പോ മാർക്കോയ്ക്കും ബെവനും ഒക്കെ നല്ല അഭിപ്രായമാണ് ബ്രോയെ. എന്റെ അത് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ കാണിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. കാരണം താങ്കളെ കാണുമ്പോൾ തന്നെ ഒരു ഓസ്ട്രേലിയൻ ഒരു ഇംഗ്ലീഷ് ലുക്ക് ആണല്ലോ. അങ്ങനൊന്നും ഇല്ലേ? ഇംഗ്ലീഷ് ലുക്ക് ഇല്ലേ? ചെറുതായിട്ട് എനിക്കറിയില്ല. കാര്യം തന്നെയാണ്. ഞാനൊരു വലിയ ഫാനാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ ബിഗ് ബോസിന്റെ വലിയൊരു ഫാനായിരുന്നു കേട്ടോ. പൊളിച്ചടിക്കയില്ലേ? അതാ ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുത്തു. മാർക്കോയെ ബിഗ് ബോസ് ഒക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ പേളിയുമായിട്ട് വഴക്കുണ്ടാക്കുന്നത് കണ്ടപ്പോ മാർക്കോയ്ക്ക് ഭയങ്കര സന്തോഷം. തമാശ പറഞ്ഞല്ലെന്ന്, കാര്യമായിട്ട് പറഞ്ഞ നിങ്ങൾക്ക് നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഞാൻ വീഡിയോ കോൾ മാർക്കോയെ വിളിക്കുന്നുണ്ട്. ആയിക്കോട്ടെ ശരി. നമുക്ക് നേരിട്ട് കാണാം കേട്ടോ. ഞാനേ ഇപ്പൊ ഡീറ്റെയിൽസ് ചേട്ടൻ നമുക്ക് നേരിട്ട് സംസാരിച്ചാൽ മതിയല്ലേ? മാർക്കോ നിങ്ങളുടെ നാട്ടുകാരനാണ്. ഇവിടെ ഇരിങ്ങാലക്കുട സണ്ണിച്ചാൻ പുള്ളി അവിടെ മാർക്കോ എന്നുള്ള പേരിലാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. എനിക്കറിയാം, അതൊന്നും എനിക്കറിയില്ല കേട്ടോ. സത്യം മാർക്കോ എന്ന് പറഞ്ഞ ആളെ ഞാൻ ഫോട്ടോ മാത്രമേ കണ്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അതായത് നമ്മുടെ ഈ ക്രിക്കറ്റ് കളിയുടെ ഗ്യാപ്പില് ഷിയാസിന്റെ ഒരു മയിലാട്ടം നടത്തണം. മയിലാട്ടോ? മീൻസ് മയിലിന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഒരു ഫാഷൻ ഷോ ആണ്. അപ്പൊ മയിലാട്ടം നമ്മള് ഇങ്ങനെ ടങ്കടക്കട ആ സാധനം ഉണ്ടല്ലോ, ടെപ്പാങ്കൂത്ത് പരിപാടി. നമ്മുടെ ക്രിക്കറ്റ് കളിയുടെ ഇടയ്ക്ക് ആ ഒരു ഗ്യാപ്പ് കിട്ടും. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ചാണ് എല്ലാ ഗെയിമും നടക്കുന്നത്. അപ്പൊ ഒരു സീറ്റ് കഴിഞ്ഞാൽ ഒരു സീറ്റ് വിട്ടിട്ട് അടുത്ത സീറ്റിലേക്ക് വരുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ ഞാൻ ഇരിക്കും, അപ്പുറത്ത് സണ്ണിച്ചാൻ ഇരിക്കും, അതിന്റെ ഇടയ്ക്ക് ഒരു സീറ്റിൽ ഗ്യാപ്പ് ഉണ്ട്. അവിടെ ഇരുന്നിട്ട് വേണം ഈ മയിലാട്ടം നടത്താൻ. കുഴപ്പമില്ലല്ലോ അല്ലേ? ചേട്ടാ അത് മയിലാട്ടം എന്നൊക്കെ പറയുമ്പോ അത് നമുക്ക് ആലോചിച്ചാടാ. 10 ലക്ഷം രൂപ സംഭവിച്ചു. എന്റെ ഒരു ഇമേജ് 10 ലക്ഷം രൂപയ്ക്ക് സത്യം പറഞ്ഞാൽ മുഖമൊന്നും കാണത്തില്ല. ഇവിടെ നമ്മുടെ ഈ ഉത്സവത്തിന് പ്ലോട്ടിനൊക്കെ പോകുന്ന കൊച്ചാട്ടന്മാരുണ്ട്, ദിവാകരൻ ചേട്ടനൊക്കെ. അവരൊക്കെ 500 രൂപയും ഒരു ചെറിയ സാധനം മേടിച്ചു കൊടുത്താൽ വന്ന് മയിലാട്ടം അല്ല എന്ത് ആട്ടം വെള്ളം ആട്ടിയിട്ട് പോകും. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഷിയാസ് കരീമിനെ പോലെ ഒരു താരത്തെ ഞങ്ങൾ വിളിക്കുന്നത്. അല്ലല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ഫാഷനാണ് ബ്രോ. മനസ്സിലായില്ലേ? മനസ്സിലായി ചേട്ടാ, എനിക്ക് മനസ്സിലായി. ഞാനേ നമ്മളെ പയ്യൻ പ്രേമ ഒന്ന് ഞാൻ ആ ജിമ്മൊന്ന് കാണിച്ചോളൂ. പിന്നെ വിളിക്കോ? ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കാം. കട്ട് ചെയ്യാൻ പോണോ? അല്ല അവിടെ അല്ല, ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ വിളിക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ പൈസ വേണ്ടി ഞാൻ എന്തോ ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ ചെയ്യും, തീരുമാനം എടുക്കും. അത് കുഴപ്പമില്ല. ഞാനിപ്പോ എന്റെ പകരം വേറെ ആളെ വിട്ടാലും മതിയില്ലേ? ഇപ്പൊ ഞാൻ തന്നെ വന്നിട്ടുണ്ടോ? മയിലാട്ടത്തിന് പറ്റിയ മുഖമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വേറൊരാളെ വിട്ടു കഴിഞ്ഞാൽ എങ്ങനെയാ ബ്രോ നടക്കുന്നത്? ആരാണ് സംസാരിക്കും? എന്റെ കളിയാക്കുന്ന ഹലോ, ഇത് കളിയാക്കുന്ന പോലും തന്നെ. ആരാണത്? ഷിയാസ് ബ്രോ ഒരിക്കലും ഇല്ല. കാരണം വെച്ചാൽ ആക്ച്വലി ഞങ്ങൾ ഈ ബിഗ് ബോസ് കണ്ടപ്പോഴും താങ്കളെ ഒരുപാട് പേര് കളിയാക്കിയപ്പോഴും അത് എന്റെ സ്വന്തം സഹോദരനായിട്ട് എന്റെ അമ്മൂമ്മയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ സ്നേഹിച്ചത്. ഞാൻ എന്റെ അമ്മൂമ്മയുടെ സഹോദരനായിട്ടാണ് ഞാനും കാണുന്നത്. എന്തോ യുദാസ്, അമ്മാവിന്റെ പേര് ഗോലിയാത്ത് എന്നാണ്. ഭയങ്കര കോമഡി ഫാമിലിയാണ് ഞങ്ങളുടെ. ആയിക്കോട്ടെ എന്തിനോടെ ചേട്ടാ, നമുക്ക് നേരിട്ട് വരുത്തും കാണാം. എനിക്ക് എന്നെ പറ്റിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു പാള നിർത്തിയിട്ട് ഒരുമാതിരി പറ്റിക്കുന്ന പോലെയോ? ഒരിക്കലും ഇല്ല. പറ്റിക്കുന്ന പോലെ ഒന്നുമില്ല. ആയിക്കോട്ടെ, എന്തിനാട്ടെ എന്നാ സന്തോഷം വിളിച്ചത് ചേട്ടാ. നമുക്ക് പിന്നെ ഇത് നേരിട്ട് സംസാരിക്കാട്ടോ. ഞാനേ ജിമ്മിലാണ് കേട്ടോ. പൊന്നേട്ടാ, ഇപ്പൊ ജിമ്മ് തുറക്കുന്ന സമയം. ആ പയ്യനാണെങ്കിൽ ട്രെയിനറാണെങ്കിൽ അതൊക്കെ പൊക്കണു. ഞാൻ അവനൊന്ന് പോയി സഹായിക്കട്ടെ. യൂദാസ് ആണ്. ഹലോ, മനസ്സിലായി. മനസ്സിലായി ചേട്ടാ. ഞാൻ പിന്നെ വിളിക്കോട്ടോ. യൂദാസ് എന്നുള്ള പേര് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വേറെ യൂദാസ് എന്ന് പറഞ്ഞ പേര് മറ്റേ ഒറ്റയ്ക്ക് കൊടുക്കുന്ന ആളുടെ പേരാണ്. മറ്റേ ഒറ്റയ്ക്ക് കൊടുക്കുന്നത് വാടകക്കാരനാണോ യൂദാസ്? ഇത് ആരാണ് സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല തീരെ. അപ്പൊ എനിക്ക് ഒട്ടും പിടിക്കാൻ കിട്ടുള്ളൂ. അതാണ് അല്ലെങ്കിൽ ഞാൻ പണ്ടേ പിടിച്ചത്. ഏത് ശബ്ദം പിടിക്കാൻ കിട്ടരുത്? ശബ്ദം പന്തുമല്ലോ. നളിയൻ എന്തു കളിയാ വിശേഷമൊക്കെ? നമ്മളെയൊന്നും പണ്ട് കണ്ടിട്ട് കൂട്ടുകാരെ ഒന്നും ഓർമ്മയില്ല അല്ലേ? ചേട്ടാ ഇത് ആരാന്ന് പറയാൻ ചേട്ടാ, ഇത് ഒരാളെ ഒരു മുമ്പിൽ എത്തിയിട്ട് ഒരുമാതിരി. ഓസ്ട്രേലിയയിൽ നിന്ന് കിഡ്നി എന്നാ വിളിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ.
അതെല്ലാം ഓക്കെ, ഇതൊക്കെ സമ്മതിച്ചു. ഇത് ആരാ ഓസ്ട്രേലിയയിൽ നിന്നായിരിക്കും, പക്ഷെ ആരാ എന്റെ ഫ്രണ്ടാണെന്ന് തോന്നിച്ചു. എന്നെ കളിയാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി. ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ എവിടെ പോകുന്നു? ഞാൻ ദുബായിൽ പോകാൻ നിൽക്കാനേ, അതാണ്. എയർപോർട്ടിലാണ് ഇപ്പോ? ജിമ്മൊക്കെ എയർപോർട്ടിലോട്ട് മാറ്റി? അല്ലല്ല, ഞാൻ എന്റെ വീട് അടുത്ത് ഞാനിപ്പോ ജിമ്മിലാണെന്നേ. ഞാൻ പറഞ്ഞ ജിമ്മിന്ന് ഒരാൾ വന്നിട്ട് എൻക്വയറിക്ക് വെയിറ്റ് ചെയ്തേക്കും. ഞാൻ അയാൾക്ക് 10 രൂപ കിട്ടുന്ന ദിവസമാണ് ജീവിക്കണ്ടേ. അരി വാങ്ങിക്കാൻ വേണ്ടിയുള്ള ഓർഡറിലാണ്. ലോണൊക്കെ ഉണ്ട് ജിമ്മിന്. ആണല്ലേ? ലോൺ ഉണ്ടല്ലേ? എല്ലാം ലോണിലാണ്. പക്ഷെ ഞങ്ങള് മുമ്പ് വന്നപ്പോ അവിടെ കുറച്ച് മെറ്റിലൊക്കെ നിരത്തിട്ടേക്കുന്ന ലോണൊന്നും ഞാൻ കണ്ടില്ല ജിമ്മിന്റെ ഫ്രണ്ടില്. എവിടെയുള്ള ആരാന്ന് പറ. ആരാണ് നിങ്ങളെ വിളിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞത് അശ്വതിയാണേ. നിങ്ങള് ഈ ഗുലുമാലൊന്നും കണ്ടിട്ടില്ല അല്ലേ? ആ ഫ്രണ്ടി വന്ന് ഗിരീഷ് എന്ന് പറഞ്ഞ ഒരാൾ ഫ്രണ്ടി വന്ന് നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾ മാസ്ക് ആയിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ തൊട്ടടുത്തുണ്ട് ജിയാസ്. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. കട്ട് ചെയ്ത് ഇപ്പൊ ശബ്ദം എനിക്ക് ഒട്ടും പിടിയിട്ടില്ല. ഞാൻ വരുന്നു. മാസ്ക് ഇടാന്ന് കൂട്ടിയില്ല. ഇല്ല, മാസ്ക് ഒന്നുമില്ല. ഞാൻ മാസ്ക് വയ്ക്കുമ്പോ ഞാൻ പുള്ളിയെ കണ്ടപ്പോ മാസ്ക് ആകെ ചക്ക കുഴഞ്ഞ പൊഴിഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഈ 10 ലക്ഷം രൂപയ്ക്ക് ജിമ്മ് കളഞ്ഞിട്ട് നിങ്ങൾ ഓസ്ട്രേലിയയിൽ മയിലാട്ടം കളിക്കാൻ പോയില്ല? ഞാൻ പോകില്ല. ഞാനിത് മയിലാടെന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിൽ പോയി. ഞാൻ മയിലാടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു ഇത് എന്താ സംഭവം. എനിക്ക് എന്നെ ആരെ പറ്റിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ മയിലാടെന്ന് പറഞ്ഞപ്പോ അശ്വതി അല്ല എന്റെ അടുത്ത് പറഞ്ഞു. അശ്വതി എന്ന് പറഞ്ഞപ്പോ എനിക്ക് സ്ട്രൈക്ക് ആയത്. ഇല്ല, അശ്വതി പറഞ്ഞു വന്ന. അപ്പൊ പെട്ടെന്ന് അശ്വതി അഞ്ജലി ആയിപ്പോയി. അല്ല, ആദ്യം അഞ്ജലി എന്ന് പറഞ്ഞു. അപ്പൊ അഞ്ജലി ആരാണ്, പിന്നെ അശ്വതി പറഞ്ഞു. പക്ഷെ നിങ്ങൾ അശ്വതി എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഈ പുള്ളി ഞാൻ ശ്രദ്ധിച്ചത്. ഞാൻ വിളിച്ചിട്ട് ജിമ്മിലോട്ട് വരുന്നെന്ന് പറഞ്ഞു. അത് ഇങ്ങനത്തെ വരവായിരിക്കും, എല്ലാത്ത വരവ് ഒന്നും പറയണ്ട. അടിപൊളിയായിട്ടുണ്ട്. 1800 സ്ക്വയർ ഫീറ്റ് അല്ലെ ഹൈവേയുടെ സൈഡിൽ. ഈ മനുഷ്യനാണ് 10 ലക്ഷം രൂപയ്ക്ക് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.